കിഡ്സേരിയ ഓൺലൈൻ ഇപ്പോൾ നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് പറയാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. LKG UKG കുട്ടികൾക്ക്, സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് റെഗുലർ ക്ലാസ്സസും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ട്യൂഷനും നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് ആൻഡ് മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് ആൻഡ് മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സസ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. മറ്റുള്ള ക്ലാസ്സുകളെല്ലാം വെക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ക്ലാസ് 3 മലയാളം എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് എപ്പിസോഡ് 1 ആണ്. മലയാളത്തിന്റെ എപ്പിസോഡ് 1 ആണ് കേട്ടോ. ഇനി നമ്മൾ മലയാളത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാൻ പോകുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പഴഞ്ചൊല്ലിന്റെ അർത്ഥം എഴുതാനുണ്ടാവും. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ. കാക്കക്കൂട്ടിൽ കല്ലെടുത്തെറിഞ്ഞാൽ കാക്കകളെല്ലാം കൂട്ടം കൂടി ഒരുമിച്ച് അതിനു ചുറ്റും പറന്ന് ആകെ ബഹളം വയ്ക്കും. എന്നാൽ ഈ ചൊല്ലിൽ കാക്കകൾക്കല്ല പ്രാധാന്യം. അപ്പോൾ ആദ്യം പറയേണ്ടത് ഇതെന്താണെന്ന് പറയാം. കാക്കക്കൂട്ടിൽ കല്ലെടുത്തെറിഞ്ഞാൽ കാക്കകളെല്ലാം കൂട്ടം കൂടി ഒരുമിച്ച് അതിനു ചുറ്റും പറന്ന് ആകെ ബഹളം വയ്ക്കും. എന്നാൽ ഈ ചൊല്ലിൽ കാക്കകൾക്കല്ല പ്രാധാന്യം. ഒരു കൂട്ടം, ഇതാണ് അർത്ഥം കേട്ടോ. ഒരു കൂട്ടം കുട്ടികൾ ഒരുമിച്ച് ഓടിച്ചാടി കളിക്കുകയും ആർത്തുല്ലസിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നു. ഒരുമിച്ച് ചേരുമ്പോഴുള്ള അവരുടെ ബഹളത്തെയാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടം കുട്ടികൾ ഒരുമിച്ച് ചേർന്നാൽ അവിടെ എന്തൊക്കെ ഉണ്ടാവും? ഒരു കൂട്ടം കുട്ടികൾ ഒരുമിച്ച് ഓടിച്ചാടി കളിക്കുകയും ആർത്തുല്ലസിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുമിച്ച് ചേരുമ്പോഴുള്ള ബഹളം, ഒരുമിച്ച് ചേരുമ്പോഴുള്ള അവരുടെ ബഹളത്തെയാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താ? കാക്കക്കൂട്ടിൽ കല്ലെടുത്തെറിഞ്ഞാൽ കാക്കകളെല്ലാം കൂട്ടം കൂടി ഒരുമിച്ച് അതിനു ചുറ്റും പറന്ന് ആകെ ബഹളം വയ്ക്കും. അതുപോലത്തെ ബഹളമാണ്. എന്ത് ബഹളമാണ്? ഒരു കൂട്ടം കുട്ടികൾ ഒരുമിച്ച് ഓടിച്ചാടി കളിക്കുകയും ആർത്തുല്ലസിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നു. ഒരുമിച്ച് ചേരുമ്പോഴുള്ള അവരുടെ ബഹളത്തെയാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുന്നത്. ഓക്കെ. അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അരി എറിഞ്ഞാൽ 1000 കാക്ക. അതിന്റെ അർത്ഥം എന്താ? അരി എറിഞ്ഞാൽ 1000 കാക്ക. അരി എറിഞ്ഞാൽ 1000 കാക്കകൾ പറന്നു വരുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഈ പഴഞ്ചൊല്ല് ഒരു സ്ഥലത്തേക്ക് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂട്ടമായി വരുന്നതിനെയാണ് പറയുന്നത്. ഒരു കാര്യത്തിന് വേണ്ടി ഒത്തിരി ആൾക്കാർ വന്നുകൂടുക. ഓക്കെ. ഒരു സ്ഥലത്തേക്ക് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂട്ടമായിട്ട് വരിക. അതിനാണ് എന്ത് പറയുക? അതാണ് അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സ്ഥലത്തേക്ക് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂട്ടമായി വരുന്നത്, അതാണ് അരി എറിഞ്ഞാൽ 1000 കാക്ക. ഒരുമിച്ച് ഒരു സ്ഥലത്ത് എല്ലാവരും വന്നു ചേരും. ഒരു കാര്യത്തിന് ഒത്തിരി പേർ ഒരു സ്ഥലത്ത് വന്നുകൂടും. അതാണ് അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരുമയെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ എഴുതുക. ഒരുമയെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ഒന്നാമത്തേത് ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. രണ്ടാമത്തേതോ ഒരുമ വന്നാൽ ഛേദം വരില്ല. ഒരുമയുണ്ടെങ്കിൽ അവിടെ ഒരു അപകടവും പറ്റത്തില്ല എന്നാണ് കേട്ടോ. ഒരുമ വന്നാൽ ഛേദം വരില്ല. മൂന്നാമത്തേതോ ഐക്യമത്യം മഹാബലം. ഐക്യമത്യം, ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്ത് നേടാം? ഐക്യമത്യം മഹാബലം. അപ്പോൾ ഒരുമയെ സൂചിപ്പിക്കുന്ന 3 പഴഞ്ചൊല്ല് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം, ഒരുമ വന്നാൽ ഛേദം വരില്ല, ഐക്യമത്യം മഹാബലം. നിങ്ങൾക്കറിയാവുന്ന 2 പഴഞ്ചൊല്ലുകൾ എഴുതുക. എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന 2 പഴഞ്ചൊല്ലുകളിൽ ടീച്ചർ പറഞ്ഞു തരാം. ആനവായിൽ അമ്പഴങ്ങ, അനുഭവം ഗുരു. ആനവായിൽ അമ്പഴങ്ങ, അനുഭവം ഗുരു. ഇപ്പോൾ 2 പഴഞ്ചൊല്ലുകൾ. നിങ്ങൾക്ക് ഇതിനേക്കാളും എളുപ്പമുള്ള പഴഞ്ചൊല്ലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇപ്പോൾ ഒട്ടും അറിയില്ല, പഴഞ്ചൊല്ലൊന്നും അറിയില്ല. ഇപ്പോൾ പഴഞ്ചൊല്ല് എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ പറ്റുന്ന 2 പഴഞ്ചൊല്ലുകൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ് ആനവായിൽ അമ്പഴങ്ങ, അനുഭവം ഗുരു.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പഴഞ്ചൊല്ല് എഴുതി അർത്ഥം എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പഴഞ്ചൊല്ല് എഴുതുക, എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് എഴുതുക. അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു പഴഞ്ചൊല്ല് എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴഞ്ചൊല്ല് എഴുതാം. ആലിൻ കായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. ആലിൻ കായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ കാത്തിരുന്നു. അത് കിട്ടിയപ്പോൾ എന്തെങ്കിലും കാരണത്താൽ അത് കഴിക്കാൻ പറ്റാതെ വരിക. അതിനെയാണ് ഈ പഴഞ്ചൊല്ല് സൂചിപ്പിക്കുന്നത്. ഒരു എന്താണ് ആഹാരത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നു. അത് കിട്ടിയപ്പോഴോ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അതാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുവാൻ കിട്ടുമ്പോൾ എന്തെങ്കിലും കാരണത്താൽ അത് കഴിക്കാൻ സാധിക്കാതെ വരുന്നതിനെയാണ് ഈ പഴഞ്ചൊല്ല് സൂചിപ്പിക്കുന്നത്. ആലിൻ കായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. കാത്തിരുന്ന ആഹാരം കഴിക്കാൻ കിട്ടുമ്പോൾ എന്തെങ്കിലും കാരണത്തിൽ അത് കഴിക്കാൻ സാധിക്കാതെ വരുന്നതിനെയാണ് ഈ പഴഞ്ചൊല്ല് സൂചിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? പഴഞ്ചൊല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ ഇപ്പോൾ നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് പറയാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. LKG UKG കുട്ടികൾക്ക്, സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് റെഗുലർ ക്ലാസ്സസും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ട്യൂഷനും നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് ആൻഡ് മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് ആൻഡ് മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സസ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. മറ്റുള്ള ക്ലാസ്സുകളെല്ലാം വെക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക.